അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയ സഹോദരങ്ങളെ, സൂറത്ത് തൗബ 17 മുതലുള്ള വചനങ്ങളിലേക്ക് ഏകനായ ഇലാഹിനെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിനെ ആരാധിക്കുന്നതിനായി ഭൂമിയിൽ ആദ്യമായി സ്ഥാപിച്ച വിശുദ്ധ ഗേഹമാണ് പരിശുദ്ധ കഅബ ശരീഫ്. പ്രതിലോമകാരികളും അസത്യത്തിൻ്റെ വക്താക്കളുമായിട്ടുള്ളവർക്ക് അതിൻ്റെ സംരക്ഷണ ചുമതലയോ പരിപാലന ചുമതലയോ ഏൽക്കാൻ അവകാശമോ അർഹതയോ ഇല്ല. പള്ളികൾ ഏതും അള്ളാഹുവിൻ്റെ ഭവനങ്ങളാണ്. അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന യഥാർത്ഥ ഭക്തരായിരിക്കണം അതിൻ്റെ പരിപാലന ചുമതലകൾ ഏൽക്കാൻ. അവർ നമസ്കാരം അതിൻ്റെ കൃത്യതയോടെ നിർവഹിക്കുന്നവരാകണം. സക്കാത്ത് അതിൻ്റെ മുറപ്രകാരം നൽകുന്നവരാകണം. അന്ത്യനാളിൻ്റെ വിചാരണകളിൽ ദൃഢവിശ്വാസമുള്ളവരുമാകണം. കൂടാതെ അള്ളാഹുവെ അല്ലാതെ മറ്റൊന്നിനെയും ഭയപ്പെടാത്തവരുമാകണം. മക്കയിലെ മുശ്രിക്കുകൾ തങ്ങളുടെ ഏറ്റവും വലിയ പുണ്യകർമ്മങ്ങളായി ഉയർത്തിക്കാട്ടിയിരുന്നവകളാണ് തീർത്ഥാടകർക്ക് ദാഹജലം നൽകുന്നു എന്നതും മസ്ജിദുൽ ഹറാം പരിപാലിക്കുന്നു എന്നതും. ഇത്തരം ഏത് പുണ്യകർമ്മങ്ങളും അള്ളാഹുവിങ്കൽ സ്വീകാര്യമാകണമെങ്കിൽ ശരിയായ വിശ്വാസവും ത്യാഗസന്നദ്ധതയും ഉണ്ടാകണം. മക്കയിലെ മുശ്രിക്കുകൾക്ക് ഇത് രണ്ടുമില്ല. അതിനാൽ തന്നെ അവരും സത്യവിശ്വാസികളും ഒരിക്കലും സമമാവുകയില്ല എന്ന് അള്ളാഹു വ്യക്തമാക്കുന്നു. തുടർന്ന് കേൾക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. മാ കാന ലിൽ മുശ്രികീന അൻ യഅ്മുറൂ മസാജിദല്ലാഹി ഷാഹിദീന അലാ അൻഫുസിഹിം ബിൽ കുഫർ ഉലൈക ഹബിതത് അഅമാലുഹും വഫിന്നാരി ഹും ഖാലിദൂൻ. ബഹുദൈവവാദികൾക്ക് സത്യനിഷേധത്തിന് സ്വയം സാക്ഷ്യം വഹിക്കുന്നവരായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ പള്ളികൾ പരിപാലിക്കാൻ അവകാശമില്ല. അത്തരക്കാരുടെ കർമ്മങ്ങൾ നിഷ്ഫലമായിരിക്കുന്നു. നരകത്തിൽ അവർ നിത്യവാസികളായിരിക്കുകയും ചെയ്യും. ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വഅഖാമസ്സലാത വആതസ്സകാത വലം യഖ്ശ ഇല്ലല്ലാഹ് ഫഅസാ ഉലൈക അൻ യകൂനൂ മിനൽ മുഹ്തദീൻ. അള്ളാഹുവിൻ്റെ പള്ളികൾ പരിപാലിക്കേണ്ടത് അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുകയും സക്കാത്ത് നൽകുകയും അള്ളാഹുവെ അല്ലാതെ ഭയപ്പെടാതിരിക്കുകയും ചെയ്തവർ മാത്രമാണ്. എന്നാൽ അത്തരക്കാർ സന്മാർഗം പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലായേക്കാം. അജഅൽതും സിഖായത്തൽ ഹാജ്ജി വഇമാറത്തൽ മസ്ജിദിൽ ഹറാമി കമൻ ആമന ബില്ലാഹി واليوم الآخر وجاهد في سبيل الله لا يستوون عند الله والله لا يهدي القوم الظالمين. തീർത്ഥാടകന് കുടിക്കാൻ കൊടുക്കുന്നതും മസ്ജിദുൽ ഹറാം പരിപാലിക്കുന്നതും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം നടത്തുകയും ചെയ്യുന്നവരുടെ പ്രവർത്തനത്തിന് തുല്യമായി നിങ്ങൾ കണക്കാക്കിയിരിക്കുകയാണോ? അവർ അള്ളാഹുവിങ്കൽ ഒരുപോലെ ആവുകയില്ല. അള്ളാഹു അക്രമികളായ ആളുകളെ സന്മാർഗത്തിലാക്കുന്നതല്ല. അല്ലദീന ആമനൂ വഹാജറൂ വജാഹദൂ ഫീ സബീലില്ലാഹി ബിഅംവാലിഹിം വഅൻഫുസിഹിം അഅ്ളമു ദറജതൻ ഇൻദല്ലാഹ് വഉലൈക ഹുമുൽ ഫായിസൂൻ. വിശ്വസിക്കുകയും സ്വദേശം വെടിയുകയും തങ്ങളുടെ സ്വത്തുക്കളും ശരീരങ്ങളും കൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം നടത്തുകയും ചെയ്തവർ അള്ളാഹുവിങ്കൽ ഏറ്റവും മഹത്തായ പദവിയുള്ളവരാണ്. അവർ തന്നെയാണ് വിജയം പ്രാപിച്ചവർ. യുബശ്ശിറുഹും റബ്ബുഹും ബിറഹ്മതിൻ മിൻഹു വറിദ്വാനിൻ വജന്നാത്തിൻ ലഹും ഫീഹാ നഈമും മുഖീം. അവർക്ക് അവരുടെ രക്ഷിതാവ് അവൻ്റെ പക്കൽ നിന്നുള്ള കാരുണ്യത്തെയും പ്രീതിയെയും
സ്വർഗത്തോപ്പുകളെയും പറ്റി സന്തോഷവാർത്ത അറിയിക്കുന്നു. അവർക്ക് അവിടെ ശാശ്വതമായ സുഖ അനുഭവമാണുള്ളത്. ഖാലിദീന ഫീഹാ അബദാ ഇന്നല്ലാഹ ഇൻദഹു അജ്റുൻ അളീം. അവരതിൽ നിത്യവാസികളായിരിക്കും. തീർച്ചയായും അള്ളാഹുവിൻ്റെ അടുക്കലാണ് മഹത്തായ പ്രതിഫലമുള്ളത്. പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും എല്ലാം തൃണവൽഗണിച്ചുകൊണ്ട് ഇസ്ലാം ആശ്ലേഷിച്ച ആദ്യകാല സഹാബാക്കൾ അള്ളാഹുവിൽ നിന്ന് ലഭിക്കാനിരിക്കുന്ന അതിമഹത്തായ പ്രതിഫലങ്ങളെ ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് മുന്നേറിയത്. ഹിജ്റയുടെ ത്യാഗങ്ങൾ വിവരണാതീതമാണ്. അവർ ഐഹിക ജീവിതത്തിൻ്റെ സുഖങ്ങളെയും ആഡംബരങ്ങളെയും പരിത്യജിക്കുകയായിരുന്നു. അള്ളാഹുവിൻ്റെ മാർഗനിർദ്ദേശങ്ങളെക്കാൾ പ്രാധാന്യം ഭൗതിക ബന്ധങ്ങൾക്കും ഐഹിക നേട്ടങ്ങൾക്കും നൽകുന്നവർക്കുള്ള കടുത്ത താക്കീതും മുന്നറിയിപ്പുമാണ് തുടർന്നു വരുന്ന വചനങ്ങൾ നൽകുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദൂ ആബാഅകും വഇഖ്വാനകും മൗലിയാഅ ഇൻ ഇസ്തഹബ്ബുൽ കുഫ്ര അലൽ ഈമാൻ വമൻ യതവല്ലഹും മിൻകും ഫൗലായിക ഹുമുൽ ളാലിമൂൻ. സത്യവിശ്വാസികളെ, നിങ്ങളുടെ പിതാക്കളും നിങ്ങളുടെ സഹോദരങ്ങളും സത്യവിശ്വാസത്തേക്കാൾ സത്യനിഷേധത്തെ പ്രിയങ്കരമായി കരുതുകയാണെങ്കിൽ അവരെ നിങ്ങൾ രക്ഷകർത്താക്കളായി സ്വീകരിക്കരുത്. നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അവരെ രക്ഷകർത്താക്കളായി സ്വീകരിക്കുന്ന പക്ഷം അവർ തന്നെയാണ് അക്രമികൾ. ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. നബിയെ പറയുക, നിങ്ങളുടെ പിതാക്കളും നിങ്ങളുടെ പുത്രന്മാരും നിങ്ങളുടെ സഹോദരങ്ങളും നിങ്ങളുടെ ഇണകളും നിങ്ങളുടെ ബന്ധുക്കളും നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ സ്വത്തുക്കളും മാന്യം നേരിട്ടേക്കുമോ എന്ന് നിങ്ങൾ ഭയപ്പെടുന്ന നിങ്ങളുടെ കച്ചവടവും നിങ്ങൾ തൃപ്തിപ്പെടുന്ന പാർപ്പിടങ്ങളും നിങ്ങൾക്ക് അള്ളാഹുവേക്കാളും അള്ളാഹുവിൻ്റെ ദൂതനേക്കാളും അവൻ്റെ മാർഗത്തിലുള്ള സമരത്തെക്കാളും പ്രിയപ്പെട്ടതായിരുന്നാൽ അള്ളാഹു അവൻ്റെ കൽപ്പന കൊണ്ടുവരുന്നതുവരെ നിങ്ങൾ കാത്തിരിക്കുക. അള്ളാഹു ധിക്കാരികളായ ജനങ്ങളെ നേർവഴിയിലാക്കുന്നതല്ല. ഹിജ്റയ്ക്ക് വേണ്ടിയുള്ള നിർദ്ദേശം ലഭിച്ചപ്പോൾ പല കുടുംബങ്ങളും അതിയായി സന്തോഷിക്കുകയും അതിനായി തയ്യാറെടുക്കുകയും ചെയ്തു. മറ്റു ചിലരും അവരുടെ കുടുംബങ്ങളും അതിൽ വിഷമം പ്രകടിപ്പിച്ച സന്ദർഭത്തിലാണ് ഈ വചനം അവതരിച്ചതെന്ന് അസ്ബാബുൻ നുസൂൽ 140 വിവരിക്കുന്നു. ഏതൊരു മനുഷ്യനും സ്വാഭാവികമായും പ്രിയങ്കരമായ 8 കാര്യങ്ങളാണ് മുകളിൽ വിവരിച്ചത്. അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും അപ്രീതി സമ്പാദിച്ചുകൊണ്ടാകരുത് ഒന്നിനോടുമുള്ള ഇഷ്ടം. അത് നാശത്തിലേക്ക് നയിക്കുമെന്ന മുന്നറിയിപ്പാണ് ഇവിടെ നൽകുന്നത്. ലഖദ് നസറകുമുല്ലാഹു ഫീ മവാത്തിന കസീറത്തിൻ ويوم حنين إذ أعجبتكم كثرتكم فلم تغن عنكم شيئا وضاقت عليكم الأرض بما رحبت ثم وليتم مدبرين. തീർച്ചയായും ധാരാളം യുദ്ധരംഗങ്ങളിൽ അള്ളാഹു നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഹുനൈൻ യുദ്ധ ദിവസത്തിലും സഹായിച്ചു. അതായത് നിങ്ങളുടെ എണ്ണക്കൂടുതൽ നിങ്ങളെ ആഹ്ലാദം കൊള്ളിക്കുകയും എന്നാൽ അത് നിങ്ങൾക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാക്കാതിരിക്കുകയും ഭൂമി വിശാലമായിട്ടും നിങ്ങൾക്ക് ഇടുങ്ങിയതാവുകയും അനന്തരം നിങ്ങൾ പിന്തിരിഞ്ഞോടുകയും ചെയ്ത സന്ദർഭം. ثم أنزل الله سكينته على رسوله وعلى المؤمنين وأنزل جنودا لم تروها وعذب الذين كفروا
വദാലിക ജസാഉൽ കാഫിരീൻ. പിന്നീട് അള്ളാഹു അവന്റെ ദൂതനും സത്യവിശ്വാസികൾക്കും അവന്റെ പക്കൽ നിന്നുള്ള മനസ്സമാധാനം ഇറക്കി കൊടുക്കുകയും നിങ്ങൾ കാണാത്ത ചില സൈന്യങ്ങളെ ഇറക്കുകയും സത്യനിഷേധികളെ അവൻ ശിക്ഷിക്കുകയും ചെയ്തു. അതത്രയേ സത്യനിഷേധികൾക്കുള്ള പ്രതിഫലം. ثم يتوب الله من بعد ذلك على من يشاء والله غفور رحيم. പിന്നീട് അതിനുശേഷം താൻ ഉദ്ദേശിക്കുന്നവരുടെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കുന്നതാണ്. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാവാരിധിയുമാകുന്നു. ഹുനൈൻ യുദ്ധത്തിൽ അള്ളാഹുവിൽ നിന്നുണ്ടായ സഹായത്തെക്കുറിച്ചാണ് മുകളിൽ പരാമർശിച്ചത്. ഹുനൈൻ, മക്കയ്ക്കും തായിഫിനും ഇടയ്ക്കുള്ള ഒരു പ്രദേശമാണ് ഹുനൈൻ എന്ന താഴ്വര. മുസ്ലിംകൾ മക്ക കീഴടക്കിയതിൽ അരിശം പൂണ്ട സഖീഫ്, ഹവാസിയൻ ഗോത്രങ്ങൾ യുദ്ധത്തിനായി ഇറങ്ങി പുറപ്പെടുകയായിരുന്നു. തങ്ങൾക്കെതിരെ സൈന്യം വരുന്നുണ്ടെന്ന വിവരമറിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 12,000 പേരടങ്ങുന്ന സൈന്യവുമായി ഹുനൈൻ ലക്ഷ്യമാക്കി നീങ്ങി. 12,000-ൽ 2,000-ഓളം പേർ മക്ക വിജയശേഷം ഇസ്ലാം സ്വീകരിച്ചവരായിരുന്നു. അങ്ങനെ ഹിജറ 8-ാം കൊല്ലം ശവ്വാൽ മാസം 10-ാം തീയതി പ്രഭാതത്തിൽ ഇരു സൈന്യങ്ങളും പരസ്പരം ഏറ്റുമുട്ടുകയായിരുന്നു. മുസ്ലിം സൈന്യം തികഞ്ഞ ആത്മവിശ്വാസത്തിലായിരുന്നു. അനായാസം ജയിച്ചു കയറാം എന്ന ശുഭാപ്തി വിശ്വാസത്തിലുമായിരുന്നു. ചിലർ വാക്കാൽ തന്നെ ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇത്തരം അഭിപ്രായപ്പെടലുകൾ ഒട്ടും തന്നെ ഇഷ്ടമായില്ല. കാരണം അംഗബലമോ ആയുധബലമോ അല്ല വിജയത്തിൻ്റെ മാനദണ്ഡമെന്ന യാഥാർത്ഥ്യം മറ്റാരെക്കാളും നന്നായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അറിയാം. വിജയവും പരാജയവും അള്ളാഹുവിൽ നിന്നുള്ളതാണ്. ശത്രുക്കൾ അവരുടെ സകല സന്നാഹങ്ങളുമായി അരയും തലയും മുറുക്കി രംഗത്ത് വന്നു. അവർ അവരുടെ ഒട്ടകം, ആട് തുടങ്ങി സകല സമ്പത്തുക്കളുമായാണ് എത്തിയിരിക്കുന്നത്. കൂടാതെ സ്ത്രീകളെയും കുട്ടികളെയും ഒപ്പം കൂട്ടിയിട്ടുണ്ട്. ഏത് പ്രതികൂല സാഹചര്യത്തിലും സൈന്യത്തിൽ നിന്നും ഒരാൾ പോലും പിന്തിരിഞ്ഞോടാതിരിക്കാനുള്ള തന്ത്രം കൂടിയായിരുന്നു അത്. ഹുനൈനിന്റെ പർവ്വതനിരകളിൽ ഒളിച്ചിരുന്ന ശത്രുഭടന്മാർ പുലർച്ചെ തന്നെ മുസ്ലിം സൈന്യത്തിന് നേരെ വമ്പിച്ച അക്രമങ്ങൾ അഴിച്ചുവിട്ടു. മുസ്ലിം സൈന്യത്തിന് ചെറുത്തു നിൽക്കാൻ കഴിയാത്ത അവസ്ഥ സംജാതമായി. മക്ക വിജയശേഷം ഇസ്ലാമിലേക്ക് കടന്നു വന്ന 2,000-ഓളം പേർ യുദ്ധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. തങ്ങൾക്കെതിരെയുള്ള അക്രമം രൂക്ഷമാകുന്നു എന്ന് കണ്ട അവർ യുദ്ധരംഗത്തു നിന്നും പിന്തിരിഞ്ഞോടി. യുദ്ധരംഗം ആകെ കലുഷിതമായി. പരിഭ്രാന്തിയുടെ നിമിഷങ്ങളിൽ മറ്റുള്ള ഭടന്മാരും പിന്തിരിഞ്ഞോടാൻ തുടങ്ങി. യുദ്ധഭൂമിയിൽ അവശേഷിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും 100ഓളം വരുന്ന സഹാബാക്കളും മാത്രം. പിന്തിരിഞ്ഞോടിയവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരികെ വിളിച്ചുകൊണ്ടിരുന്നു. അത്യുച്ചത്തിൽ വിളിക്കാൻ കഴിയുന്ന അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചുമതല ഏൽപ്പിച്ചു. അദ്ദേഹം ഉയർന്ന ശബ്ദത്തിൽ അവരെ തിരികെ വിളിച്ചു. പിന്തിരിഞ്ഞോടിയവരെല്ലാം മടങ്ങിയെത്തി. അവർ ഒന്നായി ചേർന്നു. ഐക്യത്തോടെ ശത്രുക്കൾക്ക് നേരെ ഘോരമായ യുദ്ധം തുടങ്ങി. അള്ളാഹു സത്യവിശ്വാസികളുടെ ഹൃദയങ്ങൾക്ക് സമാധാനവും നിർഭയത്വവും നൽകി. മുസ്ലിം സൈന്യത്തിന്റെ പോരാട്ട വീര്യത്തിന് മുന്നിൽ ചെറുത്തു നിൽക്കാനാവാതെ ശത്രുക്കൾ പല ഭാഗത്തേക്കും ചിതറിയോടി. ഒപ്പം കൊണ്ടുവന്ന സമ്പത്തും മറ്റ് സംവിധാനങ്ങളുമെല്ലാം അവർ മറന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു സന്തോഷത്തിനായി അള്ളാഹു മലക്കുകളെ ഇറക്കിക്കൊടുത്തു. ഹുനൈനിൽ ശത്രുക്കൾ ദയനീയമായി പരാജയപ്പെട്ട് മുട്ടുമടക്കി. 4,000 പേരുണ്ടായിരുന്ന ശത്രുപക്ഷത്തു നിന്നും 70 പേർ കൊല്ലപ്പെട്ടു. 12,000 പേരുണ്ടായിരുന്ന മുസ്ലിം പക്ഷത്തു നിന്നും 4 പേർ ഷഹീദുകളായി. ഇതിനുശേഷവും പശ്ചാത്തപിച്ച് മടങ്ങുന്നവരെ അള്ളാഹു സ്വീകരിക്കുമെന്നാണ് 27-ാം വാക്യത്തിലൂടെ ഉണർത്തുന്നത്. അംഗബലമോ ആയുധബലമോ ഭൗതിക സംവിധാനങ്ങളോ അല്ല, അള്ളാഹുവിൻ്റെ സഹായമാണ് വിജയത്തിൻ്റെ മാനദണ്ഡമെന്ന് ഹുനൈൻ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. സൂറത്ത് തൗബ 17 മുതൽ 27 വരെ വചനങ്ങളാണ് നാം മനസ്സിലാക്കിയത്. 28 മുതൽ ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗത്ത്. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.